ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇന്ന് ഷാനവാസും അക്ബറും തമ്മിൽ ഭയങ്കര ഒരു അടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കൺഫെഷൻ റൂമിലേക്ക് നമ്മുടെ ബിഗ് ബോസ് വിളിച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തന്തയ്ക്ക് വിളിയും കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് നടക്കുന്നതാണ്. അക്ബറും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പമ്പമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഷാനവാസ് ഒന്ന് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ഷാനവാസിന്റെ സ്റ്റോറീസ്, കഥകൾ നമ്മുടെ അക്ബറിനോട് പറയുന്നുണ്ടായിരുന്നു. അതിനെ പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അതല്ലാതെ എനിക്ക് വേറെ ഇന്നത്തെ റിവ്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അത്രത്തോളം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഷെയർ ചെയ്യാനുള്ളത്. എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യും. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, സോ ഇവരുടെ ഈ അടി കഴിഞ്ഞതിന് ശേഷം, അടിയൊക്കെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയാം. സോ അടിയെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അക്ബറും ഷാനവാസും കൂടി സംസാരിക്കുമ്പോഴത്തേക്ക് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു. അതായത് ഷാനവാസ് ഒരു 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഇന്ന് സർവൈവ് ചെയ്ത് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. അതായത് ഷാനവാസിന് ഇതിനു മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, പുള്ളി ഡെയിലി എപ്പോഴും വാക്ക് ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ പുള്ളിയുടെ മെഡിസിൻസ് കഴിക്കുന്നു, അതിൻ്റെ ഇടയിൽ ഡിലേ ആവുന്നു എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിൽ ഫാമിലി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടനെ. അതായത് പുള്ളി കൊണ്ട് ഒരുപാട് ടാസ്ക് ചെയ്യിപ്പിക്കരുത്, ഹാർഡുള്ള ടാസ്ക് ചെയ്യിപ്പിക്കരുത്. അന്നൊക്കെ ഞാൻ ഉൾപ്പെടെ എൻ്റെ ഫസ്റ്റ് വീഡിയോസ് എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഉൾപ്പെടെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഷാനവാസിനെ. ഇന്നെനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു അങ്ങനെ ചെയ്തതിൽ. കാരണം അദ്ദേഹം ഇത്രയും ഒരു പ്രോബ്ലം വെച്ചിട്ട്, അതായത് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ എൻറ്റയർ ലൈഫ് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കണം. ഫുൾ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഹെൽത്ത് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുക, ഇതെല്ലാം ചെയ്തു പോകണം. അപ്പോൾ ബിഗ് ബോസ് പോലുള്ളൊരു എപ്പോഴും ഒരു കുക്കറിനകത്ത് കിടക്കുന്നൊരു ജീവിതമാണ് ബിഗ് ബോസിനകത്ത്. എപ്പോഴും പൊട്ടിത്തെറിക്കാം, സ്ട്രെസ്സാണ്, ഹീറ്റാണ്, ആകെ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ് ബിഗ് ബോസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, 7 വർഷമായിട്ട് നിങ്ങൾ കാണുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ഷാനവാസ് വന്നത് സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഷാനവാസിൻ്റെ ബാപ്പയും ഉമ്മയും ഈ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് സംഭവം മരിച്ചതെന്നും നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. അതും ഷാനവാസിൻ്റെ പ്രായത്തിലുണ്ടായിരുന്ന സമയത്താണ്, സെയിം പ്രായത്തിലുണ്ടായിരുന്ന സമയത്തായിരുന്നു ആദ്യം ബാപ്പ മരിക്കുന്നത്. അങ്ങനെ അത് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷാനവാസ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇത്രയും സ്ട്രെസ്സും ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് നമ്മൾ മുമ്പിൽ ആ മനുഷ്യൻ കളിച്ചും ചിരിച്ചും ദേഷ്യപ്പെട്ടും എല്ലാ രീതിയിലും നമ്മളോടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. ഓരോ മനുഷ്യന്മാരുടെയും അവസ്ഥ ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ ഷാനവാസ് നൽകാറുണ്ട്. നമ്മുടെ അനീഷുമായിട്ടുള്ള മൊമെൻറ്റ്സിൽ ഭയങ്കര കൂളാണ്. അതേസമയം ഓപ്പോസിറ്റ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു പേഴ്സണായിട്ട് മാറുന്നു. വളരെ ദേഷ്യപ്പെട്ട് ഭയങ്കരമായിട്ട് ചൂടായി. അക്ബറുമായിട്ടുള്ള ഫൈറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ, അങ്ങോട്ടും ഇടിച്ചിടിച്ചാണ് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടൊരു മനുഷ്യനാണ്. ഇനി അത് ഇപ്പം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. അതായത് നമ്മുടെ അക്ബറിനോട് ജസ്റ്റ് ഒന്ന് ഈ ഇൻഫർമേഷൻസ് ഒന്ന് പേഴ്സണൽ, അതായത് കാരണം പുള്ളിയും അക്ബറുമായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ബിഗ് ബോസ് ഒരുപാട് നേരം അവിടെ ഇരുത്തി സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം വെളിയിൽ വിട്ടിയപ്പോഴത്തേക്ക് പുള്ളി ഒന്ന് മനസ്സ് തുറക്കുക, അല്ലെങ്കിൽ ഉള്ളിലുള്ളതൊന്ന് പുറത്ത് വരിക എന്ന് പറയത്തില്ലേ, ഇത്രയും സ്ട്രെസ്സായിട്ട് നടക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ സംഭവിച്ചതാണ്. അതല്ലാതെ പേഴ്സണൽ സ്റ്റോറി പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ കഥ പറയണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഷാനവാസ് പറയുന്നുണ്ട്. ആൾക്കാർക്ക് എല്ലാവർക്കും എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഷാനവാസ് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഗെയിം കളിച്ച് മുന്നേറട്ടെ. പുള്ളിയുടെ ഇൻറ്റൻഷൻ പ്രകാരം മക്കളൊക്കെ അടിപൊളിയായിട്ട് വളർന്ന് അടിപൊളിയായിട്ട് പോകട്ടെ. ഷാനവാസിന് എല്ലാവിധ ആശംസകളും ഈ വീഡിയോയിലൂടെ നേരുന്നു. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത്രയും പ്രൗഡായിട്ട് നിൽക്കാൻ സാധിക്കട്ടെ, അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് കളിക്കാനും ഷാനവാസിന് സാധിക്കട്ടെ. സോ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട്, ഇന്നത്തെ റിവ്യൂ ഞാൻ പറയുന്നില്ല, ഇന്ന് ആകെ ചകടപകടമായിരുന്നു. അതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഉണ്ട്. ഈ പണിപ്പുര ടാസ്കിലൂടെ നമ്മുടെ പുതിയ വൈൽഡ് കാർഡ്സിൽ വന്ന അവർക്ക് ഒരു സ്പെഷ്യൽ പവർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് പ്രകാരം ഈ ആഴ്ച വീക്കെൻഡിൽ വരുമ്പോഴത്തേക്ക് അടുത്ത 2 ആഴ്ച ഷാനവാസിനും നമ്മുടെ റന ഫാത്തിമയ്ക്കും ലാലേട്ടനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് പറ്റത്തില്ല എന്നുള്ളൊരു ഇതിലാണ് ഇപ്പം നിലനിർത്തിയിരിക്കുന്നത്. ഇനി ബിഗ് ബോസ് എന്തെങ്കിലും ഇത് വല്ലതും മാറ്റം വരുത്തുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. പിന്നെ ബിഗ് ബോസിന് വേറൊരു ഇൻറ്റൻഷൻ നടക്കുന്നുണ്ട്. വൈൽഡ് കാർഡ് വേഴ്സസ് ഓൾഡ് ഹൗസ് മേറ്റ്സ് എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പദ്ധതിയിലേക്ക് ബിഗ് ബോസ് ഓരോ ഗെയിമും പ്ലാൻ ചെയ്യുന്നതായിട്ടും എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം പറയാം. സോ ഇതൊക്കെയായിരുന്നു മെയിൻലി ഇന്ന് നടന്നത്. എനിവേയ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ, ബൈ.